ദിവ്യാത്മാക്കൾക്കെല്ലാം ദിവ്യസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം എന്തെല്ലാം സുഖത്തിന് വേണ്ടിയാണ് ഇവിടെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധികാരം കിട്ടാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, അത് തനിക്കിഷ്ടപ്പെട്ട ജോലി കിട്ടാൻ വേണ്ടി, അങ്ങനെ പലതിനും ഇവിടെ പരക്കം പാഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതിനാൽ അധികാരസുഖം തേടി പോകുന്നു ചില മനുഷ്യർ. അതുതന്നെ കൈവശമായാലോ പിന്നെ ദുഃഖമതായിടും. അധികാരം കിട്ടാൻ വേണ്ടി പരക്കം പായുന്നു. അത് കിട്ടിയാൽ ആ അധികാരസ്ഥാനം പിന്നീട് ദുഃഖമായിട്ട് വരുന്നു. ഇതാണല്ലോ ലോക സ്വഭാവം. അതുപോലെ ഒരു ജോലി ആറ്റുനോറ്റൊരു ജോലി കിട്ടിയതാണ്. ജോലി കിട്ടി ഒരാഴ്ച ജോലിക്ക് പോയപ്പോൾ എന്തെന്നില്ലാത്ത സംതൃപ്തി. കാരണം വളരെയധികം ആഗ്രഹിച്ച ശേഷമാണ് ജോലി കിട്ടിയത്. പക്ഷേ ജോലിക്ക് ചെന്ന് അവിടെ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അധികാരികളുടെ ശാസന, ഫയലുകൾ വേണ്ടത്ര പ്രവർത്തിച്ചില്ലെങ്കിൽ അധികാരികളുടെ കറുത്ത മുഖം, ഇങ്ങനെ ആ ജോലിയിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ദുഃഖാത്മകമായ അവസ്ഥകളും ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ജോലി കിട്ടുന്നതിന് മുമ്പ് എത്ര സുഖമായിരുന്നു എന്നാണ് തോന്നുക. എന്നാൽ ഇതൊട്ട് വിടാനും വയ്യ. അതിൻ്റെ ഫലം ആണല്ലോ നാം മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ ഫലം അനുഭവിക്കാൻ വേണ്ടി ക്ലേശിച്ചും ജോലി ചെയ്യുന്നു. എന്നാൽ ജോലിയാവട്ടെ ക്ലേശമായി വരുന്നു. കാരണം ഫലത്തിൽ ഇച്ഛയുള്ളത് കൊണ്ട് ജോലി വിടാനും വയ്യ. മധുരിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ലോകത്തിലെ ഭോഗങ്ങൾ എല്ലാം തന്നെ. കാരണം അതാണ് ഇതിൻ്റെയൊക്കെ സ്വഭാവം എന്ന് മനസ്സിലാക്കി സർവത്തിലും സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരേപോലെ കാണാൻ അഭ്യസിക്കുന്ന ഒരാൾ, സർവത്തിലും ഉദാസീന ഭാവത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരാൾക്കിവിടെ അനുകൂലം വന്നാലും പ്രതികൂലം വന്നാലും ഒരേപോലെയായിരിക്കും. മഴക്കാലം വന്നാലും വേനൽക്കാലം വന്നാലും ഒരേപോലെയായിരിക്കും. വേനൽക്കാലത്ത് അയ്യോ അസഹ്യമായ ചൂട് എന്ന് പറഞ്ഞ് പരിതപിക്കുകയുമില്ല. എന്നാൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അയ്യോ ചീഞ്ഞു നാറിയ മഴ, എങ്ങനെ പുറത്തിറങ്ങും എന്ന് പറഞ്ഞ് മഴയും ശല്യക്കാരനായി മാറുന്നു. ഇങ്ങനെ ഓരോന്നും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതെല്ലാം അസഹിഷ്ണുത ഉള്ളതാക്കി നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്നു. അതും ദുഃഖത്തിന് കാരണമാകുന്നു. ഇപ്രകാരം സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെ മനസ്സിനെ അലോരസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് ലോകമുള്ള കാലം വരെ, ശരീരമുള്ള കാലം വരെ ഇതുണ്ടായിക്കൊണ്ടിരിക്കും. അതിനാൽ കടലിൽ തിര അടങ്ങിയ ശേഷം കുളിക്കാം എന്ന് കരുതി ഒരാളിരുന്നാൽ അയാൾക്കൊരിക്കലും കുളിക്കാൻ സാധിക്കുകയില്ല. കാരണം കടലിൽ തിര ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ തിരകൾക്കിടയിലൂടെ മുങ്ങിപ്പോകാതെ കുളിക്കാൻ അഭ്യസിക്കുകയാണ് വേണ്ടത്. അതാണിവിടെ സുഖവും ദുഃഖവും ഒരുപോലെ കാണാൻ പഠിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടാനുഭവങ്ങൾ മാത്രമല്ല അനിഷ്ടാനുഭവങ്ങളും വരാം. നമുക്കിഷ്ടപ്പെടാത്ത പലതും സംഭവിച്ചു എന്ന് വരാം. പക്ഷേ എന്തു വന്നാലും നമ്മുടെ മനസ്സിൻ്റെ സമനില തെറ്റാതെ നിലനിർത്തുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായ സുഖത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ സുഖ ദുഃഖാതീതമായ ഒരവസ്ഥയിലെത്തുമ്പോൾ സുഖത്തിനും ദുഃഖത്തിനും അതീതമായിരിക്കുന്ന ആനന്ദാനുഭൂതിയിലേക്ക് പ്രവേശിക്കാൻ കാരണമായി ഭവിക്കുന്നു. അതിനാൽ നമ്മൾ
ഈ വസ്തുക്കളെ ഉള്ള അത്യാഹ്ലാദം ആർത്തി കളയേണ്ടത് പരമപ്രധാനമാണ്. ആർത്തി കൂടിയ മർത്യന്മാർ വീണ്ടും പിന്നാലെ ചെന്നിടും, ദൂരേക്കു മാറി മാറിപ്പോയി മോഹിപ്പിക്കുന്നു മായയും. ഹരേ കൃഷ്ണ.